ചേർക്കാം. ഇതിന് നമ്മൾ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ചേർക്കണില്ല, മല്ലിപ്പൊടി നമ്മൾ ചേർക്കണ്ട കേട്ടോ. എല്ലാവരും എന്നോട് പേടിക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ മൺചട്ടി കോംബോ ഓഫർ വരുത്തിച്ചതാ, എനിക്ക് സർപ്രൈസ് തന്നതാ. പ്രത്യേകിച്ച് അത് എടുത്തു പറയണത് പുതിയ ഇവർക്ക് വേണ്ടി പറയണതാട്ടോ. ഇവിടെ റെസ്റ്റ് ഇൻ പീസ് ആയിട്ടാണല്ലോ കൊണ്ടുവന്നത്. ഈ രീതിയിൽ കുറുമ ഞങ്ങൾ തയ്യാറാക്കിയിട്ടില്ല. നാളെ രാവിലെ കഴിക്കാനുള്ള അപ്പത്തിന്റെ കൂടെ ഉണ്ടാക്കിയേക്കണ കറി പൊട്ടറ്റോ ശരിക്കില്ലേ വെന്ത് കലങ്ങി പോയി കേട്ടോ. പിന്നെ നമ്മൾ തുടങ്ങുവാണേ. കുക്കർ അടുപ്പത്ത് വെച്ചു. ഇനി ഇച്ചിരി വെളിച്ചെണ്ണ അങ്ങ് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ഓരോ സംഗതികൾ അങ്ങ് ചേർത്ത് കൊടുക്കാം. അതെ, കാര്യങ്ങൾ നീങ്ങട്ടെ. അല്ലാണ്ട് ചുമ്മാ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഒരു കാര്യവുമില്ല. വൈകുന്നേരം ആയിട്ടോ, നാളത്തേക്കുള്ളതാണ്. ഇത് മതിയാവും വെളിച്ചെണ്ണ. എന്നുവെച്ചാൽ സവോള വഴറ്റണം. അത് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അറിയാവോ? തക്കോലം, കറുവപ്പട്ട, ഗ്രാമ്പു ഉണ്ട് ഇതിലത് കുരു നടക്കണം. ഗ്രാമ്പു, ഏലക്ക, ഒരു തരി പെരിഞ്ചീരകം. പെരിഞ്ചീരകം കിടപ്പുണ്ട്. പെരിഞ്ചീരകം പിന്നെ അരയ്ക്കാൻ നേരത്തും ബാക്കിയിടാം. ഇത്രയും സംഗതികൾ സ്പൈസസ് എന്തൊക്കെയാ ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഇച്ചിരി അങ്ങ് ഇട്ട് ഒന്ന് മൂപ്പിക്കുക. മൂപ്പിച്ചേച്ച് നമുക്ക് ഉള്ളി ചേർക്കാം. ഉള്ളി എന്ന് വെച്ചാൽ സവോള ഉള്ളി കേട്ടോ. സവോള ഉള്ളിയും 2-3 പച്ചമുളകും ചേർക്കാം. ഇതിന് നമ്മൾ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ചേർക്കണില്ല, മല്ലിപ്പൊടി നമ്മൾ ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഈ അരിഞ്ഞു വെച്ചേക്കണ സവോളയും പച്ചമുളകും കൂടെ ചേർക്കാം. ഇത്തവണ പാചകം ചെയ്യണ പാത്രത്തിൽ തന്നെയാട്ടോ വഴറ്റണതും. സാധാരണ വേറെ പാത്രത്തിലല്ലേ ചെയ്യാറ്. ഞാനും ഓർത്തു ഇന്ന് തന്നെ അമ്മ അല്ല, ഞാൻ ഇപ്പോഴും എല്ലാവരും എന്നോട് പേടിക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ മൺചട്ടി അരപ്പ് മീൻ വയ്ക്കുമ്പോൾ ഞാൻ ഇപ്പോഴും വേറെ പാത്രത്തിൽ ചെയ്യണം. അങ്ങനെ അങ്ങ് ശീലിച്ചു പോയി. മൺചട്ടി പൊട്ടിപ്പോകുന്ന എൻ്റെ എൻ്റെ പൊട്ടിയതാ കറുവപ്പട്ട. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. സവോളയും പച്ചമുളകും കേട്ടോ. എപ്പോഴും എൻ്റെ വിചാരം അങ്ങനെയാ, പൊട്ടിപ്പോകുന്ന. അങ്ങനെ ശീലിച്ചിട്ടില്ലല്ലോ, അതായിരിക്കും ചിലപ്പോൾ. ആയിരിക്കും. ഇത് ഫുള്ളായിട്ട് വഴന്ന് വരണ്ട കേട്ടോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറച്ചിയിലിട്ട് വേവിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഫുൾ വഴന്ന് പോവണ്ട, ബ്രൗൺ നിറമൊന്നും ആവണ്ട, പച്ച ഒന്ന് വാടിയാൽ മതി കേട്ടോ. അപ്പം നമുക്കിതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും ചേർക്കാനുണ്ട്. പേസ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞത് ചേർക്കുക, അതറിയാലോ. ചതച്ചത്. അതെ, ഞാൻ പ്രത്യേകിച്ച് അത് എടുത്തു പറയണത് പുതിയ ഇവർക്ക് വേണ്ടി പറയണതാട്ടോ. ഇവിടെ ഇങ്ങനെ ഇതായിട്ട് പേസ്റ്റായിട്ട് മേടിച്ചോണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അത് ചേർക്കണം കേട്ടോ. ഈ കുക്കർ നമ്മൾ ഓൺലൈനിൽ നിന്ന് പറഞ്ഞേരെ, ഞാൻ പറയണ്ടല്ലോ, നിനക്കറിയാലോ, നീ അല്ലേ മേടിച്ചത്. പറയാം, 2 ലിറ്റർ ഇതാ. ബീഫ് ഉണ്ടാക്കിയത് 3 ലിറ്ററിൻ്റെ. പിന്നെ നമ്മൾ അരി വേവിക്കുന്നത് 5 ലിറ്റർ. ഈ വീഡിയോയിൽ തന്നെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാട്ടോ. ഫ്ലിപ്കാർട്ടാണോ? അതെ, 2 കൊല്ലം മുമ്പാ ഏതോ ഒരു മദേഴ്സ് ഡേയോ വിമൻസ് ഡേ ഏതോ ഒരു എണ്ണത്തിന് ഇവള് കോംബോ ഓഫർ വരുത്തിച്ചതാ, എനിക്ക് സർപ്രൈസ് തന്നതാ. വീഡിയോ തുടങ്ങി തൊട്ട് താഴെ വ്യൂ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിവിടെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫേസ്ബുക്കിലാണെങ്കിൽ ലിങ്ക് നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ അയച്ചു തരാം. അപ്പം അതാണ് സംഭവം. ഇനി നമുക്ക് പേസ്റ്റുകൾ 2 ചേർക്കാം കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് എടുക്കട്ടെ. ഇഞ്ചി പേസ്റ്റ് കേട്ടോ. ഉള്ളി, വെളുത്തുള്ളി കേട്ടോ. വെളുത്തുള്ളിയാ. ചുമന്നുള്ളി നമുക്ക് അരയ്ക്കാൻ നേരത്തെ ചേർക്കാവേ, അത് കാണിച്ചു തരാം. ചിക്കൻ ഇവിടെ ഇരിപ്പുണ്ട്. റെസ്റ്റ് ചെയ്യട്ടെ. റെസ്റ്റ് ഇൻ പീസ് ആയിട്ടാണല്ലോ കൊണ്ടുവന്നത്. എന്നാ കൊള്ളാം. അതെ, എന്തായാലും പീസായി. പിന്നെ നമ്മളൊരു പ്രാസം ഒപ്പിച്ചങ്ങ് പറഞ്ഞു അല്ലേ, റെസ്റ്റ് ഇൻ പീസ് എന്ന്. അത്രേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ഒരു നേരം പോക്കിന് പറഞ്ഞാൽ നിങ്ങളിതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ. ഞങ്ങൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടും ഇതുമൊക്കെ ആയതുകൊണ്ടേ അങ്ങനെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ അല്ലേ. അതെ, നല്ല മണ ഇഞ്ചി പേസ്റ്റ്. ഇഞ്ചി ഉള്ളിയും കൂടെ ചേർക്കുമ്പോൾ നല്ല സ്മെല്ല് വരും. അല്ലെങ്കിൽ അതിൻ്റെ ആ കോംബോ അല്ലേ, നല്ല ഇതാണ്. കുരുമുളക് പൊടി എരിവിന് വേണ്ടി കേട്ടോ. ഇച്ചിരി ഇരുന്നോട്ടെ. വേറെ എരിവ് മുളക് പൊടി ചേർക്കണില്ല, ഇച്ചിരി പച്ചമുളകല്ലേ പിന്നെ ചേർത്തേക്കണേ. മല്ലിപ്പൊടി ചേർക്കും. മല്ലിപ്പൊടി ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഇച്ചിരി ഇത് വരും, കളറുണ്ടാവും. മറ്റേ മല്ലിപ്പൊടി നിങ്ങൾക്കറിയാലോ, ചേർക്കാതിരുന്ന് കഴിഞ്ഞാൽ സ്റ്റൂവിൻ്റെ മോടെ വെളുത്തിരിക്കും. അപ്പം നമ്മൾ ഇച്ചിരി ചേർത്തിട്ടുണ്ട്.
പിന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇറച്ചി ഇതൊക്കെ മിക്സ് ചെയ്ത് ഇച്ചിരി നേരം ഒന്ന് പുരട്ടി അതിലിരിക്കണം, ഉപ്പൊക്കെ ചേർത്ത്. ഇപ്പം ഇറച്ചിയിൽ ഉപ്പൊന്നും പുരട്ടിയിട്ടില്ല, ചുമ്മാ കഴുകി കല്ലുപ്പിട്ട് കഴുകി ഇങ്ങോട്ട് കൊണ്ടുവന്നതാട്ടോ. അപ്പം ഇനി നമുക്ക് ഇറച്ചി ഇതിലേക്ക് ചേർക്കാം, എന്നിട്ട് നമുക്ക് മിക്സ് ആക്കാം കേട്ടോ. പിന്നെ കുറച്ചു നേരം അങ്ങനെ ഇരിക്കണം, എന്നാലേ പിടിക്കുള്ളൂ. ഇറച്ചിയിലേക്ക് പിടിക്കണ്ടേ, പ്രത്യേകിച്ച് ബ്രോയിലർ അല്ലേ. ബ്രോയിലർ ചിക്കൻ, നാടൻ ചിക്കൻ മേടിക്കാതിരുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ ചിക്കൻ ആകുമ്പോൾ ഇറച്ചിമയം കുറവല്ലേ, കൂടുതൽ എല്ലിൻ്റെ ടേസ്റ്റ് കാര്യം അതാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഇത്തവണ ഇരിക്കട്ടെ എന്ന്, ഒരു ചേഞ്ച്. പീസൊക്കെ ഒന്ന് കടിച്ച് തിന്നണം. അതെ, കടിച്ച് തിന്നണം. അല്ല ഞാൻ എനിക്കിപ്പോൾ ഇത് തിന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അപ്പത്തിന് ഞാൻ ഇച്ചിരി ചാറ് മാത്രം മിക്കവാറും കൂട്ടുള്ളൂ. ബീഫ് ഉണ്ടല്ലോ, ബീഫ് ഇച്ചിരി കഴിക്കണം ഏതായാലും. ബീഫാണ് ഒരു വികാരം. നോക്കിയും കണ്ടുമൊക്കെ കഴിച്ചാൽ മതി. അത് നേരാ, വയറിന് അല്ലേ. അതല്ല, ബീഫിന് കൊളസ്ട്രോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ല, വയറും പിന്നെ ശരിയാവൂല, യൂറിക് ആസിഡ് കൂടുന്നൊക്കെ കേൾക്കണേ. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. എന്നോട് ഒരാൾ പറഞ്ഞ കോട്ടപ്പടി ചെന്നപ്പോ. ശരിയാ, ഏത് ഫുഡും അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വരും. അത് ശരിയാ. ഇനി ഉപ്പ് ചേർക്കട്ടെ കേട്ടോ, കല്ലുപ്പിട്ടാ പോരെ, മതി. അങ്ങനെ എടുത്തോണ്ട് വരാം. എന്നിട്ട് നമുക്ക് ഇച്ചിരി പൊട്ടറ്റോയും ഒരു തക്കാളിയും ചേർക്കണം കേട്ടോ. ഇതിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ, ചേർക്കാം നമുക്ക്. പെരണ്ടു ഇച്ചിരി കൂടെ ഇരിക്കണോടി, സെറ്റാവണം. സ്പൈസി കൂടുതലാക്കണമെങ്കിൽ കൂടുതൽ ഈ പൊടികൾ ചേർത്താൽ മതി എന്നറിയാലോ. നമുക്ക് അധികം സ്പൈസി താല്പര്യം ഇല്ലാത്തതുകൊണ്ടാട്ടോ. അതാ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അറിയാം, ഞങ്ങൾ അധികം സ്പൈസി ഫുഡ് അങ്ങനെ ഉപയോഗിക്കാറില്ല. അതാ ഉപ്പിടുവാണേ. ഉപ്പ്. ഇനി ഒരു ടൊമാറ്റോ കട്ട് ചെയ്തുകൊണ്ട് വരാം, പൊട്ടറ്റോയും വേണം കട്ട് ചെയ്തുകൊണ്ട് വരാം, എന്നിട്ട് നമുക്ക് തിരുമാട്ടോ. പൊട്ടറ്റോ അങ്ങനെ അവനും എത്തി. ടൊമാറ്റോ എനിക്ക് കത്തിയെടുക്കുമ്പോൾ പേടിയാ മൂർച്ച. ഇത് നല്ല മൂർച്ചയാണ്. രവിചേട്ടൻ വന്ന് കൈ മുറിച്ചുകൊണ്ടാ പോയെ, പൈപ്പ് നഖം വന്നപ്പോൾ. എൻ്റെ കൈ മുറിഞ്ഞിട്ട് എത്ര നാളുകൊണ്ടാണ് നഖം വന്നത്, പ്രേക്ഷകർ കണ്ടോന്നറിയില്ല. എപ്പോഴും ഈ ഫിംഗർ ക്യാപ്പ് അത് ഇങ്ങനെ നഖം വരാതിരുന്നോണ്ടേ നഖം വന്നത് കണ്ടതേ. അതുകൊണ്ട് ഞാൻ മൊത്തം നഖമല്ല, അല്ല അതുകൊണ്ട് ഞാൻ മൊത്തം നഖം എല്ലാ കൈയുടെയും വെട്ടിയേക്കുമായിരുന്നു. നീ കിളുത്ത് വന്നെ ഇവിടെ റെഡിയായി. അപ്പം ഇനി നമുക്കൊന്ന് തിരുമാം. ഞാൻ ചൂട് നോക്കിയതാ. നമ്മളിതേ ഇതിലേക്ക് ഇപ്പം കുരുമുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ബാക്കി നിങ്ങൾ കണ്ടല്ലോ. സവോള, പച്ചമുളക് ഇതെല്ലാം വഴറ്റി ഒരു പൊട്ടറ്റോയും ഒരു ടൊമാറ്റോയും ഒക്കെ ഇട്ട്, കറിവേപ്പില മാത്രം ഇട്ടിട്ടില്ല കേട്ടോ. ഇട്ട് നമ്മൾ വേവിക്കാൻ വെക്കുവാണ് ഇറച്ചി. അപ്പം അതിലേക്ക് ഇതേ സ്വല്പം തണുപ്പ് മാറ്റിയ വെള്ളം കേട്ടോ, ചൂടുവെള്ളം അല്ല, തണുപ്പ് മാറ്റിയത് അല്ല, തിളച്ച വെള്ളം അല്ല, ഫ്രീസർ ഫ്ലാസ്കിൽ കാര്യം ഇതിരിപ്പുണ്ട്. പക്ഷെ ഞാൻ തണുപ്പ് മാറ്റിയ വെള്ളം ഫ്രഷായിട്ട് ഇപ്പം ചിൻചട്ടിയിൽ അങ്ങ് ചൂടാക്കി എടുത്തതാണ്. അപ്പം അതൊഴിച്ച് നമുക്ക് ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് 2 വിസിൽ മതി, വിസിലടിപ്പിക്കാം. ആ സമയത്ത് ഇതവിടെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ഇരണ്ട, ഇതിനുള്ള അരപ്പിനുള്ള. ഓൺ ചെയ്യട്ടെ, വിസിൽ വെച്ചേച്ച് വേണം പോവാൻ. അടയ്ക്കട്ടെ കേട്ടോ. 2 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യൂ കേട്ടോ, ബ്രോയിലർ ആയതുകൊണ്ട്. നമുക്ക് നോക്കാൻ അവസരം ഉണ്ടല്ലോ. പിന്നെ ഇപ്പം തേങ്ങ ഇരണ്ടിട്ട് അന്നേരത്തേക്ക് നമുക്ക് ഇച്ചിരി വേപ്പില ചേർത്തരയ്ക്കാം. തേങ്ങ 2 ദളം ചുമന്നുള്ളി, ഇനി ഇച്ചിരി വേപ്പില എടുക്കട്ടെ കേട്ടോ. വേപ്പില ഇവിടുന്ന് എടുത്തോണ്ട് വരാം, പറിച്ചത് ഇരിപ്പുണ്ട് ഇവിടെ. ഇഞ്ചി പേസ്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്, കണ്ടോ? ഇഞ്ചി പേസ്റ്റ്, ഉള്ളി പേസ്റ്റിന്റെ കുപ്പി നല്ലതാ. അത് ബ്രൂവിന്റെ കുപ്പിയാ, പണ്ടത്തെ ബ്രൂ കുപ്പി, നല്ല കുപ്പിയാ. പണ്ട് അങ്ങനെയായിരുന്നു കിട്ടണേ. വളരെ ഇല്ല അല്ലേ, ഒരുപാട്. ഇപ്പൊ അങ്ങനത്തെ കുപ്പിയില്ല, ഇപ്പൊ പാക്കറ്റ്. പക്ഷെ നല്ല കുപ്പിയാ, കുപ്പി നല്ല കുപ്പി ആയതുകൊണ്ടത്. വേപ്പില ഇച്ചിരി വെള്ളം അതിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ പെരിഞ്ചീരകം പെട്ടെന്ന് കൂടും ഇട്ട് കഴിഞ്ഞാൽ മൂപ്പിക്കാൻ നേരത്ത് മറ്റേ സ്പൈസസിന്റെ കൂടെ ഇച്ചിരി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒരു തരി ഇടാം, കുത്തൽ വന്നാൽ അതൊരു സുഖയില്ല പെരിഞ്ചീരകത്തിന്. പെട്ടെന്ന് ഒരു തരി ഇടണോളൂ, പെട്ടെന്ന് അത് കൂടി പൊണങ്ങി അതിലേക്കൊന്നും ചേർക്കാനുമില്ല കൂടിക്കഴിഞ്ഞാൽ. ഇതുപോരെ മതി. ഇനി നമുക്ക് അരച്ചെടുക്കാം. നന്നായിട്ട് അരയണം കേട്ടോ. വിസിലേ അടുപ്പിച്ചിട്ടുള്ളൂ. വെന്തമട്ടാ തോന്നണേട്ടോ. വെന്തിട്ടുണ്ട് പ്രതീക്ഷിക്കാം. ഒന്നും ചെയ്യാനില്ല, സ്പൂൺ കൊണ്ട് കൈ കൊണ്ടൊന്നും നോക്കാം. ബീഫ് നോക്കിയ പോലെ ഇപ്പൊ അറിയാൻ പറ്റും. ഞെക്കി നോക്കാനേ പറ്റുള്ളൂ. അതേ പറ്റുള്ളൂ. വെന്തിട്ടുണ്ടെന്നേ അറിയാം.
വെന്തു. മതി മതി മതി. ഇനിയും അരപ്പൊക്കെ ചേർന്ന് ഒന്നോടെ ഒന്ന് ഇതാവും. മതി. ഒന്നോടെ നോക്കട്ടെ എല്ല് പീസിൻ്റെ ഇത് കറുവപ്പട്ട കേട്ടോ, മാലിന്യമൊന്നുമല്ല, ചൂടാ എന്നിട്ടുണ്ട്. മതി. ഇനി നമുക്ക് ചെയ്യാൻ പോണ ഇതിനകത്ത് മിക്സിങ് നടക്കൂല കേട്ടോ. നമുക്ക് ഈ പുതിയ കടായി എടുക്കാം. ഹാർഡ് അനോഡൈസ്ഡ് അല്ല കേട്ടോ ഇത്. ഇത് ട്രൈപ്ലൈ. അതെ, ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീൽ കടായി. മറയ്ക്കുവാണേ, ഞാൻ ഇട്ടേച്ച് കാണിക്കാം, തെറിക്കും അല്ലെങ്കിൽ പൊക്കിയ. ഇതിലിരിപ്പുണ്ട്, അതൊക്കെ നമുക്ക് വടിച്ചെടുക്കാം. ഇത് അടിയിൽ മസാല ഇരിക്കുന്ന കേട്ടോ, അടിയിൽ പിടിച്ചൊന്നും അല്ലാതെ. അത് കണ്ടാ അറിയാലോ. ഞാൻ പറഞ്ഞത് നല്ല മണമൊക്കെ വന്നുണ്ട്. നല്ല മണം വന്നുണ്ട്. നമുക്കൊരു പരിപാടി ചെയ്യാം. ഇതാ ഞാൻ ആ ചീനച്ചട്ടിയിൽ ഇച്ചിരി തിളപ്പിച്ച് വെള്ളം ചൂടാക്കിയ വെള്ളമുണ്ട്, അതൊന്നിച്ചിരി ഇതിലൊഴിച്ചേച്ച് ഇവിടെ ഇരിപ്പുണ്ടത്. അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്നേ. ചീനച്ചട്ടിയിലിരുന്ന് ചെറു ചൂടുവെള്ളം ആട്ടോ ഇത് വേവിക്കാനെടുത്തതേ. നെയ്യുണ്ടല്ലേ, ഇറച്ചിക്ക് നെയ്യുണ്ട്. ഇനി നമുക്ക് കയ്യിലൊന്ന് മാറ്റി പിടിക്കാം. അതെ, പൊട്ടറ്റോയും ടൊമാറ്റോയും ഒക്കെ കിടപ്പുണ്ട്. ഇനി ഫൈനലായിട്ട് അരപ്പിടാം. അതെ, അതിലാണ് ഫ്രഷ് ക്രീം വേണ്ടതായിരുന്നു. ഇപ്പോൾ ഓർത്തില്ലല്ലോ, അത്രയൊന്നും ഓർക്കില്ല. ഒന്നാമത് തേങ്ങ, ചുമന്നുള്ളി, ഒരു സ്വല്പം പെരിഞ്ചീരകം, കറിവേപ്പില ചേർക്കട്ടെ. അതിലാണ് ഹൈലൈറ്റ് ഇരിക്കുന്നത്. ഇനി ഇത് ആ കപ്പിൽ ഇച്ചിരി വെള്ളം വെച്ചിട്ടുണ്ട്, ആ വെള്ളം ഒഴിച്ച് കലക്കി ഇതിലേക്ക് ചേർത്തിട്ട് ഇളക്കാം. പിന്നെ ഒരു സ്വല്പം തൈരും ചേർക്കാം കേട്ടോ. തൈരെടുത്ത് വെച്ചിട്ടുണ്ട്, അതൊരു ചെറിയ പുളിപ്പിന് വേണ്ടി. പിന്നെ കുരുമുളക് പൊടിയൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം, ഇല്ലെങ്കിൽ ഈ സമയത്ത് ചേർക്കാം. പക്ഷെ ഞങ്ങൾക്ക് നോക്കാനിപ്പോൾ നിവൃത്തിയില്ല. നാളെ അപ്പത്തിനെടുക്കുമ്പോൾ എന്തെങ്കിലും പോരായ്ക ഉണ്ടെങ്കിൽ അന്നേരം ചേർത്ത് മിക്സ് ചെയ്തിങ്ങി എടുക്കാൻ കറിയില്ല. എന്നാന്ന് വെച്ചാൽ സ്പൈസസിൻ്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കേട്ടോ. അതെ, നോക്കിക്കേ, ഇതിപ്പോ ഈസ്റ്റർ മുമ്പുള്ള പ്രിപ്പറേഷനാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയണ കേട്ടോ. ബീഫും മീനും ഒക്കെ അങ്ങനെ എടുത്തു വെച്ചേക്കണം. മണമൊക്കെ അടിച്ചിട്ട് അപ്പം നോക്കിയ മണമുണ്ട്. അല്ല, നടന്നല്ല. ഇച്ചിരി ഗരം മസാലയും ഒരു പൊടിക്ക് ചിക്കൻ മസാല കേട്ടോ. അധികം വേണ്ട അല്ലേ? അധികം വേണ്ട. ഇനി നമുക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഓൺ ചെയ്യണം. നാളെ ചിലപ്പോൾ കഴിക്കുന്നതിന് മുമ്പ് 1-2 സംഗതി ഞാൻ ചേർക്കും. അത് നാളത്തെ അവസ്ഥ പോലെ ഇരിക്കും രാവിലത്തെ. അത് ചേർക്കുവാണെങ്കിൽ ഇത് ചൂടാക്കി കഴിയുമ്പോൾ അത് ചേർക്കും, അന്നേരം കാണിക്കാം കേട്ടോ. ചേർക്കുവാണെങ്കിൽ അത് ചേർക്കാൻ സാധിച്ച മനുഷ്യന്റെ കാര്യമല്ലേ, ചിലപ്പോൾ ടൈം കിട്ടുമോന്ന് എങ്ങനെയാണെങ്കിലും നമുക്ക് ചേർക്കാൻ ശ്രമിക്കാം, അന്നേരം കാണിക്കാം. കുറുമ ഗ്രീൻ പീസ് ഒക്കെ ചേർക്കണം, നാളെ ചേർക്കാന്ന് ഓർത്ത്. തേങ്ങാപ്പാലും തേങ്ങ, ഇച്ചിരി പെരിഞ്ചീരകം, ചുവന്നുള്ളി ചേർത്ത് അരച്ച് അരപ്പ് ഇതിലേക്ക് ചേർത്തത് നിങ്ങൾ കണ്ടല്ലോ. എന്നിട്ട് ഒന്ന് പതുക്കെ ഒന്ന് തേക്കം പോലെ വന്നപ്പോൾ ഞങ്ങൾ ഓഫ് ചെയ്തു കേട്ടോ. അത് ഞാനൊന്ന് കറക്കി കാണിച്ചതാ. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ 1-2 ഐറ്റം ചേർക്കാനുണ്ട്. ഇതിപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. ഉപ്പുണ്ടോ മസാല ഉണ്ടോ എന്നൊന്നും അറിയാൻ മേല. നാളെ അപ്പൊ രാവിലെ ഇത് പുറത്തെടുത്തേച്ച് നമുക്കത് ചൂടാക്കുമ്പോ ആ ഐറ്റം ചേർക്കാം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ കുറുമ ഞങ്ങൾ തയ്യാറാക്കിയിട്ടില്ല. അപ്പൊ അത് നമ്മൾ ചേർക്കണ ഐറ്റം ഒന്ന് ഗ്രീൻ പീസ്, അത് കോമണാ, നിങ്ങൾക്ക് അറിയാം. അത് പിന്നെ കുക്ക് ചെയ്ത് വെച്ചേക്കണത് കൊണ്ട് നമുക്ക് അതിലേക്ക് മീതെ ഇട്ടാൽ മതി ചൂടാക്കി കഴിയുമ്പോ. പിന്നെ നമുക്ക് ചേർക്കാനുള്ള ഐറ്റം ഇന്ന് ചേർത്ത് കഴിഞ്ഞാൽ നാളെ ചൂടാക്കുമ്പോൾ ചിലപ്പോൾ പാകക്കേട് വരും. കാര്യം ഫ്രിഡ്ജിലാണ് വെച്ചേക്കണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നാളെ ചൂടാക്കുമ്പോൾ അത് ചേർക്കാം, നിങ്ങളെ കാണിക്കുകയും ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ കിച്ചണിലെ നാളെ രാവിലെ കഴിക്കാനുള്ള അപ്പത്തിന്റെ കൂടെ ഉണ്ടാക്കിയേക്കണ കറി. ഞങ്ങൾ ഇട്ടേക്കണ പേര് ചിക്കൻ കുറുമ. നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും പറയാം കേട്ടോ. തേങ്ങ അരച്ചതാണ്, തേങ്ങാ പാലല്ല കേട്ടോ. ഇനി ഒന്ന് ഇളക്കി കാണിക്കട്ടെ എന്നാ. കറിവേപ്പില ഇട്ടില്ലല്ലോ. കറിവേപ്പില തനതായ രീതിയിൽ കൈകൊണ്ട് തന്നെ കഴുകിയെടുത്തു. കൈകൊണ്ട് തന്നെ അതേ ഞരടി പിച്ചി കീറി ഇട്ടു. ഇത് തേങ്ങ അരപ്പായതുകൊണ്ടാണ് ഇങ്ങനെ പുറമെ ഇങ്ങനെ പൊടി പോലെ കിടക്കണത്. അതൊരിക്കലും പിരിഞ്ഞതൊന്നും അല്ല. തേങ്ങ പാലാണെങ്കിൽ സ്മൂത്ത് ആയിട്ട് ലിക്വിഡ് ആയിട്ട് അങ്ങ് ഇരിക്കും. പക്ഷെ ഇത് തേങ്ങ അരപ്പല്ലേ, അപ്പൊ കുറച്ച് തിക്കർ കൺസിസ്റ്റൻസി ആയിട്ട്
കുറുകിയിരിക്കും. അതിങ്ങനെ ഒരു പൊടി പൊടി പോലെ തോന്നിപ്പിക്കുന്നതാണ്, പൊടിയല്ല അത്. കാണിച്ചു തരാം, കോരി കാണിക്കാം, കോരി കാണിക്കാം. ടൊമാറ്റോയും പൊട്ടറ്റോയും ഉണ്ട്. ദേ പച്ചമുളകും ഉണ്ട് അതില്. നാളെ ശരിക്കും എടുത്ത് കാണിക്കാം. എന്തേ നല്ലതാ. കുറുമയാകുമ്പോ ഇച്ചിരി സംഗതി അപ്പത്തിന്റെ കൂടെ കഴിക്കാം, ഒഴിക്കാനുള്ളതുണ്ട്. ഞാനൊന്ന് ഇളക്കിയതാ. പച്ചമുളക് യഥേഷ്ടമുണ്ട്. അത് നിങ്ങൾ വഴറ്റിയപ്പോ കണ്ടല്ലോ അല്ലേ? അപ്പൊ നീ പടമൊക്കെ എടുത്തോ. നാളെ ഫൈനൽ പടം എടുക്കാം. ഇതിപ്പോ ഇന്നത്തെ രീതിയിലുള്ള പടം എടുത്തു വെച്ചോട്ടോ. ഗ്രീൻ പീസും ഇട്ടു, അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വഴറ്റിയിട്ടുണ്ട് അല്ലേ? അത്രേ ചേർത്തിട്ടുള്ളൂ. വഴറ്റിയ നെയ്യ് ഇച്ചിരി അതിലേക്ക് വീണുകൂട്ടും. അതുകൊണ്ടാണ് ഇച്ചിരി ഒരു ഓയിൽ ഇതുപോലെ ഇരിക്കുന്നത്. തേങ്ങ അരപ്പാണ്. അതിന്റെ റെസിപ്പി എടുത്തിട്ടുണ്ടല്ലോ, പിന്നെ കുഴപ്പമില്ല. പൊട്ടറ്റോ ശരിക്കില്ലേ വെന്ത് കലങ്ങി പോയി കേട്ടോ. പിന്നെ സെലക്ട് ചെയ്തിടുവൊന്നും വേണ്ട. അല്ല, കലങ്ങിപ്പോയി. ചെറിയ പീസ് നോക്കി ഇട്ടാ മതി കേട്ടോ. ഞാൻ ചെറുതാക്കിയതാ പീസുകളൊക്കെ. ആവശ്യത്തിന് ഇതിന് ചാറും ഉണ്ട്, കൊഴുപ്പും ഉണ്ട് അല്ലേ? സ്റ്റൂ അല്ല ഇത്. ചോറിനും വേണമെങ്കിൽ അറ്റ കൈക്ക് കഴിക്കുകയും ചെയ്യാം. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും നല്ലതാ. ചപ്പാത്തിക്ക് നല്ലതാ. വളരെ മൈൽഡാണ് അതിന്റെ ചേരുവകൾ. ചോറിന് അത്ര പറ്റൂല. ഇടിയപ്പത്തിനൊക്കെ നല്ലതായിരിക്കും. കളർ ഇച്ചിരി ഡാർക്ക് ആണെന്നുള്ളത് നോക്കണ്ട കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറുമക്കറി ആയിരുന്നു. പക്ഷേ അതിന് ആ ഒരു വൈറ്റിഷ് കളർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം, എന്നാലാണ് അതിൻ്റെ ആ എലഗൻസ് കിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഫ്രഷ് ക്രീം ഇത്തിരി ആഡ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ അതുപോലെ സ്പൈസസ് കിഴികെട്ടി ഇട്ട് കഴിഞ്ഞാലും കുറച്ചുകൂടി വൈറ്റ്നെസ് കളർ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആ സ്പൈസസിൻ്റെ കളർ ഇറങ്ങണോണ്ടാ. കറുവപ്പട്ട ചുക്ക അല്ല, ഇതിന്റെ പേരെന്താണ്? ചിക്കൻ കുറുമ. ഫ്രഷ് ക്രീം ഇല്ലാതെ പോയി. സ്പൈസസ് കിഴിയിട്ടിട്ടാൽ മതി, അപ്പോൾ കളർ ഇത്ര പിടിക്കില്ല. ശരിയാ, അത് അങ്ങനെയൊന്നുമല്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ കറി ഉണ്ടാക്കി ഇന്ന് ചൂടാക്കുമ്പോൾ ഇച്ചിരൂടെ ഇറങ്ങി ഉണ്ടാക്കിയ പിടി അത്രയും ഇതല്ല, അതുകൊണ്ടാ. അല്ലെങ്കിൽ ഒരു തവണ തേങ്ങാപ്പാല് ചേർത്ത് ഉണ്ടാക്കി നോക്കാം, അപ്പൊ ഇച്ചിരി ചിലപ്പോ കളർ കിട്ടും. അത് ക്രിസ്മസിനെല്ലാം ചെയ്യാം. ഇത് പെസഹാക്കും ഇനി ഒരു ദിവസം ഉണ്ടാക്കുമ്പോ അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പൊ ചിലപ്പോ ഡെയിലി ചെയ്ത് നോക്കാം. അപ്പൊ അതനുസരിച്ച് ചെയ്യാം. വല്ലാത്ത പങ്കപ്പാടാ പെസഹ. ഇതിന്റെ രുചി വെച്ച് നോക്കുമ്പോ അതനുസരിച്ചുള്ള ഒരു കളർ അതിന് കിട്ടിയാല് അത് കറക്റ്റാ പറഞ്ഞത്. പിന്നെ കുറുമക്കറി ഉള്ളതുകൊണ്ട് അതങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് തേങ്ങയരപ്പല്ലേ, അപ്പോൾ വൈകുന്നേരവും ഞാൻ അത് തന്നെയാണ് കഴിച്ചത്. പക്ഷെ ചപ്പാത്തി ആയിരുന്നു എന്ന് മാത്രം. ചപ്പാത്തിയുടെ കൂടെയും പൊക്കോളും. പക്ഷെ എനിക്ക് തോന്നുന്നത് അപ്പം, ഇടിയപ്പം, പുട്ട് അതിൻ്റെയൊക്കെ കൂടെയാണ് പിന്നെയും ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് പോകുന്നത്. ബ്രെഡിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാം. തേങ്ങാപ്പാലാണെങ്കിലാണ് ബ്രെഡിൻ്റെ കൂടെ കുറച്ചും കൂടി മാച്ച് ആവുക. എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് കഴിക്കാം കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയും കുഴപ്പമില്ല എന്നേ ഉള്ളൂ. ചപ്പാത്തിയുടെ കൂടെ എനിക്ക് തോന്നുന്നത് കുറച്ച് മൊപ്പാസ് പോലെയുള്ള കറികളാണ് പിന്നെയും ഭേദം എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ എങ്കിലും നല്ലതായിരുന്നു കേട്ടോ.